എന്റെ അമ്മേ. എന്റെ കർത്താവേ, എടാ വാറുണ്ണി, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇതെന്തത് പാവാടാ? ഒറ്റ അലക്കണ്ടല്ലോ, നിന്റെ മോന്ത തിരിഞ്ഞു പോവും. 4 ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറി തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇങ്ങോട്ട് ഇറങ്ങിക്കണോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിന് എന്തോ ആ കത്തിരിട്ട് അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം? തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുതലാളി വന്നിരിക്കുന്നത്, അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്യുന്നതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ എടോ നായരെ, ഇടപാടിൽ കൃത്യനിഷ്ഠയില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്. അതാ എന്റെ ലൈ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ, എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പിളെ. ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്. ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ? എന്റെ രപ്പി വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ കിക്കിരിമുട്ടം. വിശ്വാസമില്ലേ? താൻ ഒരു കാര്യം ചെയ്യും, പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ 5-10 കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ 5-10 കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. ആദ്യം പ്രാർത്ഥന. വേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. മറ്റേ ഫയൽ എടുക്ക്. ഈ ഫയലുണ്ട്. ഇതല്ല എന്താ കണക്ക് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി തപ്പുന്നത്? അല്ല, ധനകാര്യം മൂപ്പരല്ലേ? മൂപ്പർ ആദ്യം കണക്ക് വെക്കട്ടെ. അത് പറയാൻ താനാരാ? നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഗതാഗതത്തിന്റെ കണക്കാണ്? ഗതാഗത വകുപ്പ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കാൾ ബാധ്യത ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ കോശാനാണ്. എനിക്കിനി വയ്യാട്ടോ. ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ചില്ലി കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഈ കോഴിശ്ശേരി തറവാട്ടിലെ കാരണവരായ കുറുപ്പ് മുതലാളിന് ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അള്ളാണ് സേവിച്ച് സേവിച്ച് നിങ്ങളിത് നോക്കി നമ്മളെ എല്ലും തോലായി. നിങ്ങളിത് കാണണ്ടോ മുതലാളി? എല്ലും തോലും. കണക്ക് ആവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാണവും. നിങ്ങൾ ആരാ എന്റെ കാര്യസ്ഥന്മാര് തന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യണം, അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം. അതും പകല്. രാത്രിയുള്ള ഇടപാടേ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്റെ അനന്തരവന്മാരില്ലേ രാകേഷും രമേഷും, എത്രയും വേഗത്തിൽ
അവരെ കത്തയച്ചു വരുത്തണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് വേണേ. എന്റെ അഭിപ്രായത്തിൽ അതിപ്പം വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്ന് വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. ഹാ താൻ പേടിക്കണ്ടോ മാപ്പിളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല. പുല്ലാണ് പുല്ലാണെന്ന് പറഞ്ഞിട്ട് അവസാനം ബില്ല് ഇങ്ങോട്ട് തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനരപ്പഴാ. എന്താ ഇവിടെ ഉണ്ടായത്? ആ പന്നി പറഞ്ഞു കേട്ടില്ലല്ലോ. എന്താ പന്നേ എന്ത്? ഇനി അവൻ തെങ്ങ് കയറുമ്പോ തെങ്ങ് ഞാൻ വെട്ടിടും. എന്താണ്? എന്റെ സ്വഭാവം അറിയില്ല അവന്. അതാണ് ഞമ്മള് പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും. നമ്മുടെ ഒരു ചുക്കും ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയൂല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഒത്തു പിടിച്ചാ മലയും പോരും. ഇവിടെ മലയും കുന്നൊന്നുമല്ല പ്രശ്നം. ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ. ആ ദേ നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ഈ നമ്മളെ ബാപ്പനെ പട്ടിന്ന് വിളിച്ച ബാപ്പനെ വിളിക്കില്ല, ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ഏറ്റല്ലോ ഏറ്റ് ഏറ്റല്ലോ. ഏറ്റ്. ഇങ്ങോട്ട് വന്നേ. എന്താ എനിക്ക് സ്വകാര്യം? ഒരു ഉമ്മ തരാനാണ്. ഉമ്മ എന്തൊരു നാറ്റം. എന്നാ വേണ്ട. അത് അപ്പൊക്ക് പറഞ്ഞു ഉമ്മ വെക്കുമ്പോഴൊക്കെ കറുത്ത്. എന്താ സാറേ ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ല കേട്ടോ. ബില്ലെന്തേ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്ക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളിമാരുടെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി കൊടുത്തേക്കാം. അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ. സാറേ ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞേ? അല്ല ഈ കാശ് ഉടനെ ശരിയാക്കാം. നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത്? നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും ഇതെന്താ സത്ര? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ വരട്ടാതെ കോശി സാറേ. ഏട്ടാ ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരൊന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. അതെ നീ ഒരു ചെത്തുകാരനാ. ചെത്തുകാരന്റെ നിലയ്ക്ക് എന്താ മതി. ഓഹോ, അപ്പൊ എല്ലാരോടെ ചേർത്ത് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അയ്യേ, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അധികം വിളച്ചിൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഈ വെട്ടിപ്പ് തട്ടിപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെന്ന് കുറുപ്പദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കും. നീ പറയൂല്ലേ? എന്തോന്ന് എനിക്കറിയില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. പിന്നെ ഇത് രാകേഷും രമേഷിന്റെ കത്താണ്. ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് വാ. മര്യാദക്ക് പോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നിനക്ക് നല്ലത്. നല്ലതാണ് ചീത്തയാണ്, പോയിട്ട് വേഗം വാടോ. എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്? ആരാ ഇവിടുത്തെ മാനേജര്? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? KK സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? K കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ, അത് നിങ്ങളുടെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. ദേ വെറുതെ കുര്യന്റെ സ്വഭാവം ചീറ്റാക്കരുത്.
നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റ കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശിലേ പറ, ഞാൻ കീഴ്ക്കാരനെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ.